10 മണി രാവിലെ തന്നെ എൻ്റെ മുഖം എന്തെങ്കിലും കടന്തൽ കുത്തിയ പോലെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ പല്ലുവേദനയാണ് കേട്ടോ. രാത്രി തുടങ്ങിയ പല്ലുവേദനയാണ്, ഇതുവരെ യാതൊരു കുറവില്ല. എനിക്ക് കുറച്ച് നാളും കൊണ്ട് ഇങ്ങനെ പല്ലുവേദന വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതാണ് മുഖം കടുത്തിരിക്കുന്നത്. ആ അപ്പുറത്തെ സൈഡാണ്, ഞാൻ കാണിച്ച സൈഡാണ് പല്ലുവേദന, ഭയങ്കര വേദനയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എന്തുമായാലും പല്ലുവേദനയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വയറ്റിലോട്ടൊന്നും പോകത്തില്ല. പല്ലുവേദനയാണെങ്കിലും മറ്റേ സൈഡിലിട്ടാലും ചവച്ചരച്ച് എന്തെങ്കിലും തിന്നണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പല്ലുവേദനയായിട്ടുള്ള ദേഷ്യവും വിഷമവും വേദന എല്ലാം കൂടെ മാവിനകത്ത് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മാവിനെ ഇടിച്ച് പരത്തി കുഴച്ച് ഉരുട്ടി എന്തുമായാലും ഉരുട്ടി പരത്തി നമ്മൾ പൂരി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഞാൻ പുന്നല വീട്ടിലാണെന്നുള്ളത്. ഞാനിവിടെ വരുമ്പോഴാണ് കേട്ടോ അമ്മൂമ്മയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ വന്ന ഉടനെ തന്നെ ഇതിന് തലേന്നാണ് നമ്മൾ വന്നത് കേട്ടോ. അന്നേരം അന്ന് തന്നെ ഞാനിത് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അല്ലാത്തപ്പോൾ അമ്മ ദോശയാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ദോശ അപ്പമൊക്കെയാണ്, അപ്പത്തിൻ്റെ മാവൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ട് കൊടുത്തിട്ട് പോകും കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മൂമ്മയ്ക്ക് പല്ലില്ല എന്നാണ് പറയുന്നത്. പല്ല് വേദനയാണ്, പല്ല് ചവയ്ക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതാണ്ട് ഈ പൂരി ഇരുന്ന് നല്ല തട്ട് തട്ടുകയാണ് കേട്ടോ. പിന്നെ ഞാനും എന്തായാലും പൂരിയൊക്കെ എടുത്ത് വെച്ച് നല്ലൊരു തട്ട് തട്ടാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ഇട്ടാന്ന് കഴിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ആ ടേസ്റ്റ് നല്ലപോലെ അറിയാനേ ഒക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാച്ചൻ്റെ വീട്ടിലാണെങ്കിൽ പുളിയുണ്ട് കേട്ടോ. അന്നേരം ആ പുളിയെല്ലാം കൂടെ ഞാൻ പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് തോട്ടുപുളി കേട്ടോ. നമ്മളാണെങ്കിൽ ഈ നിങ്ങൾ മീനൊക്കെ എടുത്തില്ലേ, ആ പുളിയാണ് ഇത്. അന്നേരം ഇതിങ്ങനെ വെയിലത്ത് വെച്ച് ഒന്നി വെയിലത്തോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഈ പുകയത്തൊക്കെ വെച്ച് ഉണക്കിയാണ് അതങ്ങനെ ആക്കി എടുക്കുന്നത്. പിന്നെ അരിയൊക്കെ ഊറ്റി ദാണ്ട് ഇങ്ങനെ വയറുള്ളതിൻ്റെ ഒരു പ്രയോജനം എന്തുണ്ട്, ഇത് മാത്രമാണ് കേട്ടോ. നമ്മുടെ കൊച്ചിനെ ദാണ്ട് ഇങ്ങനെ നമുക്ക് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടൊക്കെ പോകാം. നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളുള്ള വയറിനെ നിങ്ങൾ പലരും കളിയാക്കുന്നതെന്നറിയാമോ? പിന്നെ ഗർഭിണിയാണെന്ന് എന്നോട് എത്ര പേര് ചോദിക്കുന്നതെന്നറിയാമോ? എന്ത് പറയാനാണ്, നിങ്ങൾക്കൊന്നും വിവരമില്ല, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഞാൻ ദാണ്ട് വിയർത്തൊലിച്ച് ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? എൻ്റെ ഈ വിയർപ്പ് തുള്ളികളുടെ ഓരോ തുള്ളികളുടെ അധ്വാനത്തിൻ്റെ ഫലം ദാണ്ട കിടക്കുന്നു കേട്ടോ ഞങ്ങളുടെ പത്തായത്തിൻ്റെ കീഴിൽ. ഇത് വിറക് ഞാൻ കീറിയതാണ് കേട്ടോ. കുറേ ഒട്ടും വിറകില്ലായിരുന്നു ഇവിടെ. അങ്ങനെ ഞാൻ അവിടെ കിടന്ന വിറകെല്ലാം കൂടെ കീറി പറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദാണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കറിയൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് നാളെയും വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ച് ഞാൻ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കറിയൊക്കെ വെച്ച് കൊടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നിങ്ങൾ സഞ്ചരിക്കുന്ന തിയേറ്റർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ദാണ്ട കണ്ടുള്ളൂ കേട്ടോ. അവനോട് ഫോൺ പാട്ടിടാൻ ചോദിച്ചപ്പോൾ തരാത്തന്നെ കലിപ്പി അവനെ പേടിപ്പിക്കാൻ വേണ്ടി ദിനോസറിൻ്റെ പടം വെച്ചതാണ് കേട്ടോ. അവനെന്നാ ഭയങ്കര ഇൻട്രസ്റ്റോടെ ദാണ്ട നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അത് കാണാൻ പറ്റാത്തതിന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇത് പോകുമ്പം ഇതിങ്ങനെ പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇവന് കാണാൻ പറ്റാത്തതിന് എണ്ണീച്ച് കമ്പി പിടിച്ച് നിന്നുകൊണ്ടൊക്കെയാണ് കേട്ടോ ആ വീഡിയോ കാണുന്നത്. ദിനോസറിൻ്റെ അലർച്ച എന്നെ പൊന്നോ, എനിക്ക് തന്നെ കണ്ടിട്ട് പേടി വന്നു. ഇവനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റോടെ കണ്ടോണ്ടിരിക്കും കേട്ടോ. നമ്മുടെ പത്തനാപുരത്ത് ഏതെടുത്താലും 150 രൂപ എന്ന് പറഞ്ഞൊരു കട വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് സാധനം അവിടെ നിന്ന് എടുത്താലും 150 രൂപയാണ് കേട്ടോ റേറ്റ്. ചില സാധനങ്ങൾക്ക് നല്ല വർത്തായിട്ട് തോന്നും, പക്ഷേ ചിലതൊക്കെ നമുക്ക് നഷ്ടമായിട്ടും തോന്നിയിട്ടുണ്ട്. അതായത് ഞങ്ങളാണെങ്കിൽ നേരെ ഇറങ്ങിപ്പോയപ്പോൾ തന്നെ കുറേ പാവക്കുട്ടികളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അന്നേരം വിച്ചുമ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മളെന്തുമല്ല അവിടെ നിന്ന് ഒരു 2-3-4 കൂട്ടം സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗൊക്കെ നോക്കിയെങ്കിലും ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ വാങ്ങിയ 4 കൂട്ടം സാധനം കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര മഴ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് കേട്ടോ. അതാണ് ഞങ്ങളിങ്ങനെ 2-3-4 കൂട്ടം സാധനങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ള ഒരു വലിയ പാ വാങ്ങിച്ചായിരുന്നു കേട്ടോ. എൻ്റെ മുന്നിൽ നല്ല അടിപൊളി പായാണ് കേട്ടോ. 150 രൂപയ്ക്ക് ഭയങ്കര വർത്താണ്. പിന്നെ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. പിന്നെ നമുക്ക് വലിയൊരു ബക്കറ്റും വാങ്ങിച്ചു, പിന്നെ വലിയൊരു ബേസിനും വാങ്ങിച്ചു കേട്ടോ. അത് രണ്ടും നഷ്ടമില്ല, 150 രൂപയ്ക്ക് നല്ല വർത്താണ് കേട്ടോ. പിന്നെ ഈ സാധനം കിട്ടിയപ്പോൾ തന്നെ എനിക്കത് എങ്ങനെയും ഫിറ്റ് ചെയ്താലേ ഒക്കത്തുള്ളൂ. എന്നിട്ട് ഞാൻ തന്നെ അവിടോട്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, നല്ല ഷോ പീസായിട്ട്. ഇത് പക്ഷേ ഇവിടെ ഇങ്ങനെ ഈ ഇതൊക്കെ കാർബോർഡൊക്കെ വെച്ചേക്കുന്ന പൂച്ച കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.